ജപമാല സാധാരണക്കാരന്റെ ബൈബിളാണ്. സാധാരണക്കാരന്റെ ബൈബിളാണ്. എല്ലാവർക്കും ഒരു പക്ഷേ ബൈബിൾ വായിക്കാൻ സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും ഒരു പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഒരുപക്ഷെ അക്ഷരാഭ്യാസം ഉണ്ടായില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, പാവപ്പെട്ടവന്റെ ബൈബിളാണ് ജപമാല. ഈ ജപമാല കരങ്ങളെ പിടിച്ച് പ്രാർത്ഥിച്ചോ, അമ്മ ഇറങ്ങി വരും മക്കളെ. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എന്താ? അമ്മയുടെ വിദ്യാലയത്തിലായിരുന്നു കൊണ്ട് യേശുവിന്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ്. ഓരോ ദൈവ പൈതലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിലേക്ക് ചേരുക. ആ വിദ്യാലയത്തിൽ ചേർന്ന് യേശുവിന്റെ ജീവിതത്തെ ധ്യാനിക്കുക. സഭാപിതാക്കന്മാർ പറയുക, ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വളരണമോ, ഈ വ്യക്തി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ ചേരുക. പരിശുദ്ധ അമ്മയോട് ഭക്തി സ്നേഹമില്ലാതെ ഒരു വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുകയില്ല എന്ന് ഈ കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. ആധുനിക ലോകത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കളുടെ ജീവിതം നോക്കിക്കോ, 2 കാര്യങ്ങൾ അവിടെ ജീവിതം കേന്ദ്രീകൃതമായിരുന്നു. 1 പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. ഈ 2 കാര്യങ്ങൾ അവരുടെ ജീവിതം കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വിശുദ്ധാത്മാക്കളൊക്കെ അമ്മയെ ചേർത്ത് പിടിച്ചതും ജപമാലയെ ചേർത്ത് പിടിച്ചതും അതിന്റെ ശക്തി മനസ്സിലാക്കിയതും വിശുദ്ധ പാതുരപ്പയ്യ പറയുകയാണ്, ജപമാല തിന്മയ്ക്കെതിരെയുള്ള പിശാചിനെതിരെയുള്ള ചട്ടവാറാണ്.